ഈ ദാസ് എന്ന് പറയുന്ന കണക്ടർ വെച്ചിട്ട് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് റൂളാണ് ഫോളോ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ മെയിൻലി ഫോളോ ചെയ്യേണ്ടത് 3 റൂളുകളാണ്. ശരിക്കും ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ കണക്ടർ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് കോമ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് കോമ. ഈ കോമ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഹോപ്സാറ്റ്സ്, അതായത് മെയിൻ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കോമ ചേർത്തിട്ടാണ് കണക്ടർ എഴുതേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ സെഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഐ സെഡ് ദാറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഐ സെഡ് എന്ന് പറയുന്ന ഹോപ്സാറ്റ്സ് അല്ലെങ്കിൽ മെയിൻ സെൻറ്റൻസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കോമ ചേർക്കണം ആ ദാറ്റ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ മുൻപായിട്ട്. സോ കോമ യൂസ് ചെയ്യുക കണക്ടറിൻ്റെ മുൻപായിട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ബിഫോർ കണക്ടർ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം നേബൻസാറ്റ്സ് ഹോപ്സാറ്റ്സ് 2 സെൻറ്റൻസുകൾ ഉണ്ടാവും. ഇതിൽ നേബൻസാറ്റ്സിലെ വെർബ് ലാസ്റ്റ് പൊസിഷനിലോട്ട് പോകണം. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ പോകുന്ന വെർബിനെ നിങ്ങൾ കോൺജുഗേറ്റും ചെയ്തിരിക്കണം. ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് എഴുതാൻ പോവാണ്, ഐ സെഡ് ദാറ്റ് ഹി വാസ് ആബ്സെൻറ്റ്. ആ ദാറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഹി വാസ് ആബ്സെൻറ്റ് എന്നുള്ളതിലെ വെർബ് ലാസ്റ്റ് പോകണം. അതുപോലെ ഈ ഒരു കണക്ഷന് മുൻപൊക്കെ കോമ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത പാർട്ടായിട്ട് നോക്കാനുള്ളത് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ എക്സാമ്പിൾസ് എഴുതാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നു, ബട്ട് അത് ജർമ്മനിൽ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് കൂടെ പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ സെഡ് ദാറ്റ് ഹി വാസ് ആബ്സെൻറ്റ്. ഓക്കെ, ഐ സെഡ് ദാറ്റ് ഹി വാസ് ആബ്സെൻറ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ആദ്യത്തെ സെൻറ്റൻസ് ഐ സെഡ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഇതാണ് ഇവിടുത്തെ ഹോപ്സാറ്റ്സ് എന്ന് പറയുന്നത്. ഹോപ്സാറ്റ്സ്. ദാറ്റ് എന്ന് പറയുന്ന വാക്കാണ് കണക്ടർ. ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ് നേബൻസാറ്റ്സ്. ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. സോ സാഗൻ ഗെസാക്ട് ഹെൽപ്പിംഗ് വെർ ഹാബൻ വെച്ചിട്ട് ഇഷ് ഹാബ് ഗെസാക്ട്. ഇനിയാണ് ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാസ് എന്ന് പറയുന്ന കണക്ടറിന് മുൻപായിട്ട് നമ്മൾ കോമ ചേർത്തു. സോ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് റൂളായിട്ട് വരുന്നത്. ഇഷ് ഹാബ് ഗെസാക്ട് കോമ ദാസ്. നമ്മൾ ആദ്യം എഴുതിയ റൂളായിരുന്നു കണക്ടറിന് മുൻപ് കോമ ചേർക്കുക എന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ നേബൻസാറ്റ്സിനെയാണ്. ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന നേബൻസാറ്റ്സ് എങ്ങനെ എഴുതാം? സോ ഹി വാസ് ആബ്സെൻറ്റ് എന്ന് പറയുന്ന നേബൻസാറ്റ്സ് സാധാ രീതിയിൽ വരുന്നതാണ് എർ വാർ അബ്വേസൻറ്റ്. ഇനി നമുക്കറിയാം ഈ ഒരു നേബൻസാറ്റ്സ് ദാസ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ കൂടെ വരുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു സെക്കൻഡ് റൂൾ എന്തായിരുന്നു? ഈ എയർ വാർ അബ്വേസൻറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിലെ വെർബായിട്ടുള്ള വാർ, സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ള വാർ ലാസ്റ്റ് പൊസിഷനിലോട്ട് പോവുക എന്നുള്ളതായിരുന്നു റൂളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സെൻറ്റൻസിൽ ഇഷ് ഹാബ് ഗെസാക്ട് ദാസ് എയർ അബ്വേസൻറ്റ് വാർ. സോ ഈ ഒരു രീതിക്കാവും ഈ സെൻറ്റൻസ് വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ 3 റൂളും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഹോപ്സാറ്റ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ കോമ ചേർത്തു, പിന്നെ നമ്മൾ കണക്ടർ ചേർത്തു, നേബൻസാറ്റ്സിലെ വെർബിനെ ലാസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി, അതും സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. സോ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത്. സോ ഈ ദാസ് എന്ന് പറയുന്ന കണക്ടറിൻ്റെ ഓൾറെഡി ഞാൻ തിയറിറ്റിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷേ ഇതിൻ്റെ ഒരു സിറ്റുവേഷണൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിന് ഓക്കെ ഈ ഒരു ദാസ് എന്ന് പറയുന്ന കണക്ടറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷണൽ എക്സാമ്പിൾ കാണിച്ചു തരാം. സോ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദസ് എന്ന കണക്ടറിൻ്റെ മീനിങ് നോക്കിയാലോ? ദാറ്റ്. ഈ ദാറ്റ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ബിലീവ് that he is tired. Ich glaube, dass müde ist.